അരയിൽ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില. എരിവോടെയും പുളിവോടെയും ഉപ്പിൽ നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി. നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ. കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും. തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ്. പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി. ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി. കുട്ടിക്കലവറ. Empty spaces fill me up with holes. അവള് വേണ്ട, ഇവള് വേണ്ട. ഈ കാണുന്ന പെണ്ണുങ്ങളൊന്നും വേണ്ട. മെൻഡേഴ്സിന് ഇന്നത്തെ പാചക പരീക്ഷണത്തിനായി കിട്ടിയിരിക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. നാരങ്ങളും ഉണ്ടാക്കാൻ പോവുകയാണോ? ഇതാണ് ശരിക്കും ഡിമ്പിളിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ? അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി. ഗണപതിക്ക് വെച്ച് തന്നെ പൊളിക്കും. ലേറ്റസ്റ്റ് ആയി അമ്മയുടെ അടി കിട്ടിയത് എന്തിനാ? ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തതും ഏട്ടൻ എന്നെ തീയക്കുട്ടി വിളിക്കാറില്ല. കുട്ടിവീരന്മാരുടെ പാചക വിരുത് കാണാൻ തയ്യാറല്ലേ? നിങ്ങൾ നല്ല സൂപ്പർ ആക്കിണ്ട്. നമസ്കാരം. ഫ്രൂട്ടോമാൻസ് കുട്ടിക്കലവറ പവർഡ് ബൈ ഡിഷ് ഗോൾഡ് ഡിഷ് വാഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി ഞാൻ അജയേട്ടനെ സ്വാഗതം ചെയ്യാണ്. അജയേട്ടാ, സ്വാഗതം. ഒരുപാട് വ്യൂവേഴ്സായി നമ്മുടെ കുട്ടിക്കലവറയ്ക്ക് ഇല്ലേ? ഫേസ്ബുക്കിലും നമ്മളുടെ പേജിലും ഒക്കെ ഒത്തിരി വ്യൂവേഴ്സ്, ഒരുപാട് ഫീഡ്ബാക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതില് വളരാത്ത ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി പ്രേമിയൊക്കെ അനുദിനം വളർന്നുകൊണ്ടിരിക്കും. അത് വിനയം കൊണ്ടാണോ അജയ? വിനയം കൊണ്ടല്ല. അല്ല. ചേട്ടനാണ് നമ്മുടെ വളർച്ചയുടെ അനുഗ്രഹം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണം. ഈ ഇതിന്റെ ഇവിടെയും ഒരിടത്ത് വെക്കണം നിങ്ങൾ. ഈ കുട്ടിക്കലവറയുടെ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ പോലെ കുട്ടിക്കലവറയുടെ ഐശ്വര്യം അന്നൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും സ്വാഗതം ഞാൻ ആദ്യം പറയുന്ന ചേട്ടനല്ലേ? അത് ശരി. അപ്പൊ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ എന്നെ പിടിച്ചുകൊണ്ട് അങ്ങനെ സാധനങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ. ഇല്ല, കുഞ്ഞു കേട്ടില്ലേടി? അതാണ്. കുഞ്ഞു കേട്ടില്ലേ? പറഞ്ഞില്ലല്ലോ. ചേട്ടനോടും പറഞ്ഞില്ല, ഇവിടെയും പറഞ്ഞില്ല, അവിടെയും പറഞ്ഞില്ല, നെഞ്ചേട്ടനോടും പറഞ്ഞില്ല. ചേട്ടൻ ഇവിടെ എത്തുന്നതിന് മുന്നേ ചേട്ടന്റെ സീറ്റിൽ വേറൊരു ജഡ്ജ് ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നോ? യെസ്. അതാരാ? ഒന്ന് കൈപ്പൊക്കൂ. ചേട്ടന്റെ സീറ്റിലിരുന്ന ജഡ്ജ് ആരായിരുന്നു? ബീന ചേച്ചിയുടെ ദിയക്കുട്ടിയാണ് ഇന്ന് ആ സീറ്റ് കൈകേറിയത്. ആണോ? യെസ്. എന്നിട്ട് ദിയ ഞാൻ പറയുന്ന പോലൊക്കെ പറഞ്ഞോ? ഒന്ന് ചോദിച്ചു നോക്കൂ ചേട്ടൻ. ഇത് വന്നേ, ഇവിടെ വാ. ഇവിടെ വന്നിരുന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞത്, ഞാൻ അവിടെ ഇവിടെ കുറെ കുട്ടികളില്ലേ, അതില് മറ്റേ ഒരു ചേച്ചി അവിടെ പ്രേമി ചേച്ചിയായിട്ട് അവിടെ നിന്നു, ജഡ്ജായിട്ട് ഇവിടെ നിന്നു. ഇതൊക്കെ സംഭവിച്ചോ? ഇവിടെ ഇരുന്നു. പക്ഷേ ജഡ്ജിന് ടീഷർട്ടും ഉണ്ട്. കറക്റ്റ് ആണ്. കോസ്റ്റ്യൂം ഒക്കെ കറക്റ്റ് ആയിരുന്നു. അത് വൈറ്റ്. ഇനിയിപ്പോ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെക്കേണ്ടി വരുമോ? മാറ്റേണ്ടി വരുമോ? ഞാൻ ഒരു തമാശ പറഞ്ഞേ പ്രേമി ചേച്ചിയോട്. ഒരു കോമഡി. പ്രേമി ചേച്ചിക്ക് മക്കളുണ്ടോ? നല്ല കോമഡി കേട്ടോ. ഉഗ്രം കോമഡിയാ. പ്രേമി ചേച്ചിക്ക് മക്കളുണ്ടോ? ഒരുപാട് മക്കളുണ്ട് എനിക്ക്. വീട്ടിലുണ്ടോ? വീട്ടിലും ഉണ്ട്. ഉണ്ടെന്ന്. ഞാനും ഒരു വലിയ കുട്ടി. സത്യത്തിൽ ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം ഇനി ഇവിടെ തുറന്ന് ഞാൻ പറയാം, മോളോടായിട്ടൊന്ന് പറയാം. ഈ പ്രേമി ചേച്ചിയുടെ മൂത്ത മോനാണ് ഞാൻ. അറിയോ? അപ്പൊ അതുകൊണ്ട് ഇനി ഒരു മകനോട് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളോട് എന്നോട് ചോദിക്കാൻ. മകന്റെ മറുപടി അങ്ങനെ തന്നെ ആയിരിക്കും. ഈ എപ്പിസോഡ് മകൻ അങ്ങനെയൊന്നുമില്ല. മകൻ എന്ത് അജേട്ടാ അപ്പൊ കുഴപ്പമില്ല. അപ്പോ സത്യമായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും അജേട്ടൻ പറയണമെന്ന് ആഗ്രഹിക്കും ഞാനിങ്ങനെ. പക്ഷെ ഒരിക്കൽ പോലും അജേട്ടൻ അങ്ങനെ പറയണില്ല. എന്ത് പറയണില്ല എന്നാ പറയണേ? ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബത്തില് പറഞ്ഞതുപോലെ നിനക്കായി തോഴി പുനർജനിക്കാം.
അല്ല ഞാനിപ്പോൾ ഈ ആൽബത്തിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ് ഓർമ്മിച്ചത്. ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം, നിനക്കായി തൊഴി വളർന്നിടാം എന്നും പറഞ്ഞിട്ട് ഒരു ഗാനം, ഞാനൊരു ആൽബം ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രേമിയാണ് അതിൻ്റെ ഹീറോയിൻ വളരെയധികം സന്തോഷം. വേണ്ടെന്ന് 8 നില പൊട്ടി തോഴിയും തോഴന്മാരും പ്രേമി ചേച്ചി വേണ്ട, ഞങ്ങളെ വെച്ച് ചെയ്യാൻ തോഴിയും തോഴന്മാരൊക്കെ എത്തിയടുത്തപ്പോ തന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ഇവര് സമ്മതിക്കില്ല. ഇല്ല ഞാൻ സമ്മതിക്കില്ല. എനിക്കാണ് ആദ്യം വാക്ക് തന്നത്. സമ്മതിക്കൂ? എന്താ രണ്ടുപേരുടെ ഉദ്ദേശം? പോയിരുന്നേ, അവിടെ പോയിരുന്നേ. ദിയ പോയിരിക്കും. ശരി ശരി, പോയിരിക്കും. അപ്പൊ ഈ ഷോ തുടങ്ങല്ലേ? നമുക്ക് വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ നമ്മുടെ ബീന ആന്റണിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബീന ചേച്ചി. ബീന ചേച്ചിയുടെ കുട്ടികള് വരൂ. എന്റെ മക്കൾ ഓടി വരൂ. ബീന ചേച്ചി പറയടാ, എന്തൊക്കെയാണ് കുട്ടികളായിട്ട്? കുട്ടിമണീനെ വരുന്നുണ്ട് മോനെ. എന്താ കാര്യം അറിയോ? കുട്ടിമണി ഈ ഹാഫ് സാരി ഉടുക്കുക അല്ലേ? ഹാഫ് സാരിയാണ്, പൂവ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സുന്ദരിയായിട്ടല്ലേ. പിന്നെ അത് മാത്രമല്ല, ചില ചോദ്യങ്ങളും അങ്ങ്, ചേട്ടാ എന്തിനാ ഈ ഷർട്ടിന്റെ ഇവിടെ 9 എന്നിട്ട് വേറെ ഒന്നും വെക്കാൻ വിചാരിക്കും എന്നൊക്കെ ചോദിച്ചാ കൊച്ചുങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. കള്ളമില്ല, അറിയാമോ? ആണല്ലേ? ഞാൻ വിചാരിച്ചത് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, ഗെറ്റപ്പ് കണ്ടിട്ട് ചോദിച്ചായിരിക്കും പിള്ളേര്. പക്ഷെ അതല്ലേ, സ്വഭാവം കണ്ടിട്ട് ചോദിച്ചതാണെന്നാണ് ചേട്ടൻ പറയുന്നത്. അതെ. പക്ഷെ വേറെ കാര്യം, ആ കോസ്റ്റ്യൂമായിട്ടൊരു സാമ്യം ഉള്ളതുകൊണ്ടാവും പറഞ്ഞു. കോസ്റ്റ്യൂം ഞാൻ നല്ലതൊന്നും ഇടുന്നത് അത്ര സൂഹിക്കുന്നില്ല അല്ലേ? ഒന്ന് ആ കുട്ടിമണിയെ പോലെ ഒന്ന് അനുകരിക്കാവോ പ്രേമി? അതുപോലെ തന്നെ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് അജിക്കുട്ടൻ. നല്ല പേരല്ലേ? ഇഷ്ടായി. മതിയോ? ഇങ്ങനെ മതി. ഇങ്ങനെയാണ് നമുക്ക് നല്ല റേറ്റിംഗ് കിട്ടിയത്. ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി, ചെറുതായിട്ടൊരു ലൈറ്റ്. ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്ന ഞാൻ കേട്ടായിരുന്നു. ശരിയാ അല്ലേ ചേട്ടാ? ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി. ഏത് പാട്ടാ വേണ്ടേ? എനിക്ക് ചേട്ടാ ഹരിമുരളീരവം പാടി കേട്ടു. ഡോക്ടർ പാടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേത് ഡോക്ടറാ? ശ്വാസകോശത്തിന്റെ ഡോക്ടർ. ശ്വാസകോശം സ്പോഞ്ച് പോലെ പുള്ളിയാണ് പറഞ്ഞത്. 2 പാട്ട് ഞാൻ പാടരുതെന്ന് പറഞ്ഞു. ഒന്ന് ഗംഗയും പിന്നെ ഹരിമുരളീരവും. ഇത് രണ്ടും. എന്നാ അത് ഞാൻ തിരിച്ചെടുത്തു. ചേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ട്. അവള് വേണ്ട, ഇവള് വേണ്ട, അവള് ആരും ഒന്നും വേണ്ട, അവള് വേണ്ട, മൊത്തം കോണ്ട, അവള് ഒന്നും വേണ്ട. ഇവള് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഈ പാട്ട് ഞാൻ പാടി, ഇതിന് സംഗതിയിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറവുണ്ടോന്നൊന്ന് പറഞ്ഞേ. എന്റെ ഈ പാട്ടിന് ഒരു ജഡ്ജ് എന്നുള്ള നിലയ്ക്ക് റീന ബഷീർ പറഞ്ഞത് എന്റെ പാട്ടിന്റെ കുഴപ്പം. ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ പാട്ട് എനിക്ക് പറഞ്ഞെന്ന ആളെ ആരെന്നറിയോ? ദക്ഷിണമൂർത്തിയുടെ ചേട്ടൻ കൃഷ്ണമൂർത്തി. ഈ പാട്ട് കറക്റ്റ് ആയിട്ട് ആര് പാടും? സംഗതികളൊന്നും പോവാതെ കൃഷ്ണമൂർത്തി പാടോ? ഒന്ന് പാടിയേ കേക്കട്ടെ. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന പെണ്ണുങ്ങളൊന്നും വേണ്ട, വേണ്ട, ഇല്ല വേണ്ട, ഈ കാണുന്ന സീമൊത്തം കൊണ്ട, ചിരി മുട്ടാൻ പണി കേട്ട് പുട്ടിത്താട്ടി. ആഹാ, കേട്ടോ? ഞാൻ പറഞ്ഞ തമാശ ഒന്ന് വിചാരിച്ചോ? പഠിപ്പിച്ച പുള്ളിയാ. ചേട്ടനെ പഠിപ്പിച്ചത് മോനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോഴാണ് വിശ്വസിച്ചത്. പിന്നെ എന്നോട് പറഞ്ഞു നന്നായിട്ട് പാടിക്കണം, സ്റ്റേജിൽ കയറി ടെൻഷൻ ഒന്നും അടിക്കരുത്, എന്നെ മനസ്സിൽ ധ്യാനിച്ചു വേണം പാടാൻ. നമുക്ക് ബീന ചേച്ചിയുടെയും കുട്ടികളുടെയും വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗിരിനഗർ ഭവൻ സ്കൂളിലാണ്. നിങ്ങൾ തോന്നും ഞാനെന്താണ് ഇപ്പോൾ ഇവിടെ ഈ ഭവൻ സ്കൂളിൽ വന്ന് നിൽക്കുന്നതെന്ന് തോന്നണ്ട. കാരണം എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. അറിയാലോ, എൻ്റെ ആടുക്കുട്ടനും ദിയക്കുട്ടിയും. തമസോ
എൻ്റെ മക്കൾ ഇവിടെ പഠിക്കുകയാണ്. എനിക്കെൻ്റെ പുതിയ മക്കളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ എൻ്റെ കുട്ടികളുടെ സ്കൂളിൽ ഇങ്ങനെ വരാനൊരു ചാൻസ് കിട്ടിയത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ദിയക്കുട്ടിയുടെ ക്ലാസ് റൂം നോക്കുകയാണ്. ഫസ്റ്റ് ഡേയിലാണ് ദിയക്കുട്ടി പഠിക്കുന്നത്. ഞാനവിടെ അസംബ്ലിയിൽ വെച്ചിട്ട് പോവാന്ന് ചോദിച്ചു. പിന്നെ മോളുടെ ഒന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞിട്ട് പോകാമെന്ന് ചോദിച്ചു. ക്ലാസ് നടക്കുകയല്ലേ മിസ്? മാത്സിൻ്റെ. മിസ്സിൻ്റെ പേര് ശാന്തി മിസ്. അപ്പോൾ നമ്മൾ ദിയക്കുട്ടിയുടെ ശാന്തി മിസ്സിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ദിയ നല്ലൊരു കുട്ടിയാണ്. ഏറ്റവും ദിയ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഭയങ്കര എഫെക്ഷനേറ്റ് ആണ്. അവരുടെ സ്നാക്ക് ബ്രേക്കൊക്കെ കഴിഞ്ഞു. ദിയക്കുട്ടിയുടെ ക്ലാസ്സിൽ ബെഞ്ചിൽ ഞാൻ ദിയക്കുട്ടിയുടെ ഒപ്പം ഇരിക്കുകയാണ്. മോൻ്റെ പേരെന്താ? ഡേവിഡ് ആണ് എന്താണ് ദിയക്കുട്ടിയുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി അല്ലേ? അപ്പോൾ നമ്മൾ ദിയമോളുടെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. നമ്മൾ ക്ലാസ് റൂമിൽ പോയി മിസ്സിനെ കണ്ടു, ദിയയുടെ ഫ്രണ്ട്സിനെ കണ്ടു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ആടുക്കുട്ടിൻ്റെ ക്ലാസ്സിൽ പോവാം. നമസ്കാരം മിസ്. പിന്നെ വളരെ സന്തോഷമുണ്ട് അദ്വൈത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കുട്ടിക്കലവറയിൽ വന്നതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആടുവിൻ്റെ പാർട്ട്ണർ. അദ്വൈത് കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, അദ്വൈത് നിരഞ്ജൻ മധുവിനെക്കാട്ടും ബെറ്റർ ആണ്. അപ്പോൾ ഞാനേ എല്ലാവരോടും ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? ഈശ്വര, എല്ലാവരും കുക്ക് ചെയ്യും. ഒരു കുക്ക് ചെയ്ത ഒരു സാധനത്തിന്റെ പേരെന്ന് പറ. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം എനിക്ക് എന്താ പറയുക, അമ്മമാര് മക്കളുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ പോകൂലേ, ആ ഒരു ഫീലിങ്ങിലൂടെയാണ് സത്യത്തിൽ ഞാൻ പോയത്. രണ്ടുപേർക്കും നല്ല ഭാവിയുണ്ടെന്ന് മിസ്സുമാർ പറഞ്ഞു. നന്നായിട്ട് എന്താ പറയുക, നല്ല കുട്ടികളാണ്. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. ഒരു മെൻറ്റർ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മക്കൾക്ക് രണ്ടുപേർക്കും എല്ലാ ഇതുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ബാക്കി നമുക്ക് ഫ്ലോറിൽ കാണാം. സ്കൂളിൽ പോയത് ശരിക്കും ഞാൻ ഇത്രയും ഈ കുട്ടികളായിട്ടൊക്കെ ഇൻട്രാക്ഷനും അതും ഇതൊക്കെ ഉണ്ടായെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തതും വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം എൻ്റെ ശങ്കുരുവിൻ്റെ പോലും സ്കൂളിലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മക്കൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ. കുട്ടികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, എനിക്ക് എന്താണ് അങ്ങോട്ട് പറയാൻ പറ്റാത്ത അത്ര സ്നേഹമായിരുന്നു കുട്ടികൾ മൊത്തം. അവർ മോളുടെ ക്ലാസ്സിൽ ചെന്നിട്ട് മോൻ്റെ ക്ലാസ്സിൽ ചെന്നിട്ടൊക്കെ പോകണ്ട ആൻറ്റി, അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മിസ്സ്, ആൻറ്റി പോകണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ബഹളമായിരുന്നു. പിന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞ സ്കൂളിൽ. ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നുണ്ടല്ലോ, ഇവരുടെ സ്കൂളിൽ പോയിരുന്നേ, എന്നെ അവിടെ ചേർത്തേനെ അവര്. അജയനെ അവര് വിടില്ല, അവരെല്ലാരും കൂടി ദിയയുടെ ക്ലാസ്സിൽ അപ്പുറത്തെ ഇതില് എന്നെ ഇരുത്തിയേനെ. ഞാനും ഇരുന്നു, രണ്ടുപേരും ക്ലാസ്സിൽ അവരുടെ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട്. അസംബ്ലിയിൽ എന്താ പറഞ്ഞ, ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ വരുന്നതെന്നോ? അല്ല, ഇങ്ങനെ മോന്റെ സ്കൂളിൽ പോലും ഇങ്ങനെ പോയി ഒരു പാരന്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് ഗാദറിങ്ങിന് ഇങ്ങനെ അവരെ അഡ്രസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല സ്കൂളിൽ. ദിയയുടെ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഞങ്ങളുടെ ഒരു ബിഗ് ഹായ്. അജയേട്ടാ, ഇവരോടുള്ളൊരു ചോദ്യം. പ്രേമി ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചോദ്യമാണ് വരുന്നതെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വെറൈറ്റി ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ. ചേട്ടനെ കൊണ്ട് തോറ്റു. അതെ, അപ്പോൾ എനിക്ക് വേണ്ടത്, വേദിയിൽ പ്രേമി നിന്നോളൂ, മോനും ബീനയും വന്നിരിക്കാം, ദിയ മാത്രം അവിടെ. ദിയോട് ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ ദിയ റെഡിയാണോ? അപ്പോൾ ഇതിന്റെ സസ്പെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദിയയോട് ചോദിക്കാൻ പോകുന്ന അതേ ചോദ്യങ്ങളൊക്കെ തന്നെ ദിയയുടെ അമ്മയോടും ഇവിടെ ചോദിച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിയയുടെ അമ്മ പറഞ്ഞ ഉത്തരങ്ങളും ദിയയുടെ ഉത്തരവുമായിട്ട് മാച്ച് ആവുമോ എന്നുള്ളത് നമുക്കൊന്നറിയാം. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദിയയ്ക്ക് ഇതൊന്നും അറിയില്ല എന്തൊക്കെ ഉത്തരങ്ങൾ അമ്മ പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ ദിയയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? നൂൽപുട്ട്. നൂൽപുട്ടാണ് ഏറ്റവും ഇഷ്ടം. കടല.
പുട്ട് കടല അല്ലേ? അപ്പം നമുക്ക് ദിയയുടെ അമ്മ ദിവ്യ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ദോശ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ഹാപ്പിയാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ. ഗണപതിക്ക് വെച്ചത് തന്നെ പൊളിഞ്ഞു. നൂൽപൂട്ടിന്റെ കാര്യമൊക്കെ അതെനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി കേട്ടോ. ദോശയും ഇതൊക്കെയാണ് കഴിക്കാറ്, പുട്ടൊന്നും തൊടാരേ ഇല്ലാത്ത ആളാ. ആണോ ദിയ? സത്യാണോ? ഞാൻ ഒരു ദിവസം ഇവിടുന്ന് അവൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം കഴിച്ചു. ലേറ്റസ്റ്റ് ആയി അമ്മയുടെ അടി കിട്ടിയത് എന്തിനാ? അത് എനിക്ക് ചിലപ്പോ വികൃതി അടിക്കാൻ വരും അല്ലേ? അപ്പോഴാണ് അടി കിട്ടുന്നത്. ചിലപ്പോ അച്ഛനടിക്കും, ചിലപ്പോ അമ്മ അടിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളിൽ 4 ചൂരലുണ്ട്, അതുകൊണ്ട് എന്നെ ഏട്ടനെ അടിച്ചിട്ടുണ്ട്. ആ ചൂരലൊരു ഒത്തിരിയുള്ളൊരു ഉണ്ടുണ്ട്, അതുകൊണ്ട് അടിച്ച കാലിന് ഇപ്പുറത്തെ അടിച്ച നല്ല വേദന എടുക്കും. അപ്പുറത്ത് ഭയങ്കര മെലിഞ്ഞിട്ടുള്ള സാധനം, അത് ഇങ്ങനെ വീശിയാൽ മതി, അങ്ങനെ ഇങ്ങനെ വരും, അതുകൊണ്ട് അടിച്ച ഭയങ്കര വേദന എടുക്കും. അപ്പോ ഒരുപാട് ടൂൾസ് വീട്ടിലുണ്ട് അല്ലേ? കൊട്ടേഷൻ കേന്ദ്രമാണ് വീട്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും അല്ലേ? നമുക്ക് ചോദിക്കാം. നമുക്ക് ഈ അമ്മ എന്താ അതിനെ കുറിച്ച് പറഞ്ഞൊന്ന് കേൾക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് അടി കിട്ടിയത് ഏട്ടനായിട്ട് അടി ഉണ്ടാക്കിയിട്ടാണ്. ഏട്ടനെ ചേട്ടാ വിളിക്കില്ല, ചേട്ടാന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ ഏട്ടനെ എപ്പോഴും കംപ്ലൈന്റ് ആണ്. ഏട്ടൻ്റെ അടി കിട്ടി, ഏട്ടനെ തിരിച്ച് അടി കൊടുത്തതിന് എൻ്റെ നല്ലൊരു അടി കിട്ടി. നല്ല രസമുണ്ടല്ലേ അമ്മ ഇതിൽ കാണുമ്പോ അല്ലേ? ഭയങ്കര സന്തോഷം. ദിയക്ക് കുട്ടിക്കലവറയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? ചേച്ചിമാരിലെ ഇഷ്ടമുള്ളത് ആ ചേച്ചി സാനി ചേച്ചി. അയ്യോ, നമ്മുടെ പുളുമേരി. പിന്നെ ആശി ചേച്ചി, ആശി ചേച്ചി, ഗൗരി ചേച്ചി, ദേവൂട്ടി ചേച്ചി. ഓരോരുത്തർ എഴുന്നേറ്റുണ്ടോ ഗുണ്ടകളെ പോലെ? ദിയമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് ഏതാ? ഡ്രസ്സോ? എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഉടുപ്പാ. നമുക്ക് അമ്മ പറഞ്ഞ എന്താ നോക്കാം. ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ജീൻസും ടോപ്പുമാണ്. ജീൻസ് ഇടാമ്മ എന്ന് പറഞ്ഞ് എപ്പോഴും കമ്പൽ ചെയ്യും. ഉടുപ്പ് ഞാനാണ് ഇടാൻ പറയാറ്. പക്ഷെ ഇത് പൊളിച്ചുകളഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താ അങ്ങനെ പറഞ്ഞ അറിയില്ല. ഉടുപ്പ് ഇടാൻ ഞാനാ പറയാറ് എപ്പോഴും. അവൾക്ക് ഉടുപ്പ് അത്ര ഇഷ്ടമൊന്നല്ല, ജീൻസ് ഭയങ്കര ഇഷ്ടാന്ന് പറയും. ദിവ്യ വിങ്ങുവാണ് സങ്കടം കൊണ്ട്. ഇവള് ഇത് മൊത്തം തെറ്റിച്ച് മിക്കവാറും 4 ചൂര ചൂരലുണ്ടെന്ന് പറഞ്ഞ നേരാണ്. അവിടെ ചൂരലുണ്ടോ വീട്ടിൽ? 4 ഉണ്ടോ? 4 ചൂരലുണ്ടോ? ഹസ്ബൻഡ് വാങ്ങിച്ചു വെച്ചാ ഞാനല്ല. അല്ല പിന്നെ അതിനടി അതിന്റെ എൻഡില് മുട്ടുണ്ടെന്ന്. അതിൽ ഒരെണ്ണേ പുറത്തെടുത്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അടിക്കാറുണ്ട്. മോനാണ് അടി കിട്ടാറ്, ഇവൾക്ക് കിട്ടിയില്ല. ഇവൾക്ക് കുറവാ. അതല്ല, മോൻ പറയണ എന്താ അറിയോ? എന്നെ അമ്മ അടിച്ചു വളർത്തിയോണ്ട് ഞാൻ നന്നായി, ദിയേനെ അമ്മ അടിച്ചു കൊഞ്ചിച്ചു വളർത്തിയിട്ട് അവളെ കേടുവരുത്തി എന്നാ പറയണം മോൻ. അതാ പറയാറ്. അച്ഛനോട് സംസാരിക്കാൻ ഇഷ്ടമല്ലേ മോൾക്ക്? ചിലപ്പോഴൊക്കെ ഞാൻ അച്ഛന് ബാങ്കിൽ നിന്ന് വരുമ്പോ ഞാൻ ഇങ്ങനെ അച്ഛനെ കാണുമ്പോ സന്തോഷാവും, അച്ഛൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. എന്റെ മോൾ എങ്ങനെയാണെന്നറിയോ? ഞാൻ ഈ ചോദ്യം ഇടയ്ക്ക് അവളോട് ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോ നേരെ എന്നിട്ട് എന്നോട് പറയും അച്ഛനേന്ന് പറഞ്ഞിട്ട് അമ്മയെ കണ്ണടച്ച് കാണിക്കും. ചുമ്മാതാണ്. നീ കുട്ടിക്ക് സന്തോഷായില്ലേ? അച്ഛനായിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റും ഇനി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങൾക്ക് എന്നും പണിയിരുന്ന ഒരാൾക്കാണെന്ന് പണി കിട്ടാൻ പോകുന്നത്. ഞങ്ങൾ എപ്പോഴും കുക്ക് ചെയ്ത് വരുമ്പോൾ ഞങ്ങളെ കുറെ കളിയാക്കാറുണ്ട്. അത് തന്നെ സൈന ചേച്ചി. ആക്ച്വലി കുട്ടികളുടെ കുക്കറി ഷോ എന്ന് പറഞ്ഞുകൊണ്ടാ ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾക്കും പണികളൊക്കെ തരാൻ തുടങ്ങി. എല്ലാ പ്രാവശ്യവും ഞങ്ങളായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇന്നിപ്പോ ഞങ്ങളുടെ സ്നേഹ ചേച്ചിയാണ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോണേ. അവിടെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. കുറെ പേരെടുത്ത് ചോദിച്ചപ്പോൾ ഷേക്ക്, കുറെ പേരെടുത്ത് ചോദിച്ചപ്പോൾ എന്താ ഫ്രൂട്ട് സലാഡോ എന്തോ, പിന്നെ ആരൊക്കെ സ്മൂതി എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് വേറെ ഏതോ ഒരു വഴിയിൽ പോയി വേറെ ഏതോ ഒരു ടേസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. കുക്കിങ്ങിന് പോയിട്ടാണ്. ഇപ്പൊ എല്ലാവരും കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഓ അവൾമാർക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ, വെറുതെ ചുമ്മാ കുട്ടികളെ കൊണ്ട് എന്താ പറയാ എന്തൊക്കെയോ ചെയ്യിക്കുകയാണ്, അവരൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കില്ല, ഷെഫ് പറഞ്ഞു കൊടുക്കായിരിക്കും എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ അതല്ല, ഞങ്ങൾക്കും കുക്കിംഗ് അറിയാം എന്ന് ഞാൻ മാത്രമല്ല എല്ലാവരും, ഞങ്ങൾ മെൻറ്റേഴ്സ് എല്ലാവരും നിങ്ങളെ തെളിയിക്കുകയാണ്. ശകലം പൊടി വിദ്യകൾ ഞങ്ങൾ ഒന്ന് കാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലൊക്കെ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്നു.
സംഭവിക്കാൻ പോകുന്നതെന്ന് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫിനെ സ്വാഗതം ചെയ്യാം പ്ലീസ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എങ്ങനെ പോകുന്നു മുമ്പോട്ട്? പ്രത്യേകിച്ച് ഇത്ര പെൺപിള്ളേരെ നടക്കുമ്പോൾ എങ്ങനെ പോകുന്നു മുമ്പോട്ടെന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. നല്ല ഷാറുഖ് ഖാന്റെ പോലെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇത്രയും പെൺപിള്ളേരെ നടക്കുമ്പോൾ എങ്ങനെ നെർവസ് ആവാതിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ വന്ന കടമയിലേക്ക് കിടക്കാം. ഇന്ന് എന്താണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്? ഇന്ന് അവർക്ക് ഫ്രൂട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സും ഐസ്ക്രീം എല്ലാം ഉണ്ട്. അവർക്ക് അത് വെച്ച് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇന്നത് ചെയ്യണമെന്നില്ല, ജ്യൂസ് വേണോ അങ്ങനെ ഒന്നുമില്ല, ഫ്രൂട്ട് സാലഡ് അങ്ങനെ ഒന്നുമില്ല. കുറെ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റൂല, ഫ്രൂട്ട്സ് വെച്ച് എന്തൊക്കെയാക്കാൻ പറ്റൂലാത്തത്. ഇത് ഫ്രൂട്ട്സിന്റെ കൂടെ പച്ചമുളക് വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഇവിടെ ചില ആൾക്കാർ. എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് വേണ്ടി എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? ക്രിയേറ്റീവ് ആവാ. നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്യാതെ ഇപ്പൊ എല്ലാവരും ഫ്രൂട്ട് സാലഡ് ഒക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. ഫ്രൂട്ട് സാലഡ് അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് അങ്ങനെയൊക്കെ. അതല്ലാതെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയി ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഔട്ട് ഓഫ് ദ വേ ചിന്തിക്കുക അല്ലെ? അതായത് നേരെ ചിന്തിക്കാതെ ഇച്ചിരി വളഞ്ഞ വഴിക്കൊക്കെ ചിന്തിക്കുന്നതാണ് ഈ കാര്യത്തിൽ നല്ലത്. സാധാരണ നമ്മൾ എല്ലാവരുടെ അടുത്തും പറയാം വളഞ്ഞ വഴിക്ക് ചിന്തിക്കരുത് എന്ന് പറയും. ഇത് ഇച്ചിരി വളഞ്ഞ് കുറഞ്ഞ് ആലോചിച്ചിട്ടുണ്ടെങ്കിലായിരിക്കും കൂടുതൽ നല്ലത്. നല്ല ഡിഷ് വരിക. എന്താണെങ്കിലും നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്, സുന്ദരികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊരു വിശ്വാസം നേരം അല്ലേ? പറഞ്ഞോളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. നന്നായിട്ട് ഐസ്ക്രീം ഒക്കെ വെച്ച് ചെറിയ ഫ്രൂട്ട്സിന്റെ പീസസും അതുപോലെ നട്ട്സും ബദാം ഒക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ലെയർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കോക്ടെയിലാണ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതെന്താന്ന് ഉണ്ടാക്കുമ്പോൾ കാണണേ. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് അവരെന്തൊക്കെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചാരുവിനെ അറ്റാക്ക് ചെയ്യാം. ചാരു, സുജിച്ചി, ഇതിലിപ്പോ ഓറഞ്ച് ഏതാ, ചാരു ഏതാ, ആപ്പിൾ ഏതാന്ന് മാറി കൺഫ്യൂഷൻ വന്നില്ല. അതിനുവേണ്ടി തന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ വെച്ചു. എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു ഫ്രൂട്ട് കോക്ടെയിലാണ്. ഫ്രൂട്ടാണോ കോക്ടെയിൽ? പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ നോക്ക്, പഴയ കാല കുറച്ച് ഓർമ്മകള് വന്നു. നൊസ്റ്റാൾജിയ ശരിക്കും കേട്ടോ. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു ഇത് ഇപ്പോ? അതൊക്കെ നമ്മൾ വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളുണ്ടോ? ആണോ? പക്ഷെ ഭയങ്കരമാണ് കേട്ടോ. ചാരു വിചാരിച്ച് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെയുള്ള എല്ലാവർക്കും കൊടുക്കണം ഓരോന്ന് വെച്ച്. ഇതൊക്കെ ഇപ്പൊ കിട്ടുമോന്ന് അറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? ഇത് എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നു? അതൊക്കെ സീക്രട്ട് അല്ലേ? കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇത് എവിടെ നിന്ന് കിട്ടണേന്ന് പറയണേ. അപ്പൊ ഇതെങ്ങനെയാ കോക്ടെയിൽ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു ട്രൈഫിൾ പോലെ തന്നെ സെറ്റ് ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചില ജ്യൂസ് കടയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പല സെറ്റ് ചെയ്ത് ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഇതിനി ചെയ്ത് വരുമ്പോൾ നമുക്കൊന്നും അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട് എന്താവും എന്നുള്ളത് അറിയില്ല. പിള്ളേര് കാണുന്നത് പല ഫാമിലീസും കാണുന്ന ഇതൊക്കെ ട്രൈ ചെയ്യാൻ പിള്ളേരോട് പറഞ്ഞു ചേച്ചി കുറെ ഉപദേശമൊക്കെ തന്നല്ലോ, ഇനി ചേച്ചി പോയി ചെയ്യുമ്പോൾ നല്ലോണം ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഉപദേശം വല്ലതും അതുകൊണ്ട് തന്നെ നല്ലോണം ഉപദേശം തന്നു. ചേച്ചി ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേച്ചിയും ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നല്ല വൃത്തിയായിട്ട് ചെയ്ത് ഞങ്ങൾ 2-3 ഇതിൽ ഫസ്റ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല, ചേച്ചി നല്ലോണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ കയറ്റുമെന്ന് എനിക്ക് പേടി. ആണോ? എന്താണെങ്കിലും ഞാൻ വഴി മുടക്കുന്നില്ല, നന്നായിട്ടൊക്കെ നടക്കട്ടെ. താങ്ക് യു കേട്ടോ. ശരി. ഫ്രൂട്ട്സ് തന്ന് ഫ്രൂട്ട്സും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നാരങ്ങയും പച്ചമുളകും വെച്ചോണ്ടിരിക്കുന്നുണ്ട്. നാരങ്ങളും ഉണ്ടാക്കാൻ പോവുകയാണോ? എനിക്ക് മനസ്സിലായി. എങ്ങനെയോ ഇത് ഈ ഫ്രൂട്ട്സിലൊന്നും തൊട്ടിട്ടില്ല. നാരങ്ങയും പച്ചമുളകും ഇഞ്ചിയും. ഇത് എന്തുണ്ടാക്കാൻ പോവാ? ഇല്ല, ഇത് ഷെഫല്ലേ കഴിക്കുന്നത്. സോ ഷെഫിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് വേറൊരു വഴിയിൽ പോയിട്ട് ഉണ്ടാക്കി. പോയി വഴി തെറ്റി പോകരുത് എനിക്ക് പറയാനില്ല. ഏത് വഴികൾ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. പക്ഷെ പച്ചമുളക് കണ്ടതിൽ തന്നെ ഞാൻ ഭയങ്കര ഇംപ്രഷനിലിരിക്കുക. ഫ്രൂട്ട്സ് തന്നിട്ട് ഉണ്ടാക്കാൻ പറയുമ്പോൾ പച്ചമുളക് വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പൊ എരിവുള്ള എന്തെങ്കിലും ആണോ കൊടുക്കാൻ പോകുന്നത്? കുറച്ച് എരിവ്, കുറച്ച് മധുരം, കുറച്ച് പുളിയൊക്കെ ആയിട്ട് എല്ലാം കൂടി. വയറിന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എല്ലാം കൂടി കൊടുത്തിട്ട്. അത്ര മാത്രമേ പറയാനുള്ളൂ. നടക്കട്ടെ കേട്ടോ. ഓ ചേച്ചി, സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീമും അതുപോലെ തന്നെ ഷേക്കും ഫ്രൂട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഐറ്റം ആണ്. അപ്പൊ ഐസ്ക്രീം എന്ന് പറയുമോ, ഷേക്ക് എന്ന് പറയുമോ, അല്ലെങ്കിൽ എന്ത് പറയാം? ഞാൻ ഉണ്ടാക്കുന്നതിന് ഇടയിൽ ഒരു പേര് കണ്ടുവെക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു പേര് കണ്ടുപിടിക്കും. അതെ, സുമി ചേച്ചി ഒന്ന് കറങ്ങിയിട്ട് വരുമ്പത്തേന് ഇതിനൊരു പേര് കണ്ടുപിടിക്കും. ഇതിന് പേര് പ്രത്യേകിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തൊക്കെയാ ഈ നടക്കുന്നത് ഇവിടെ? ഇന്ന് സുഖമാണല്ലോ അല്ലേ? പിന്നെ സുഖമാ. വീട്ടിലെല്ലാവർക്കും സുഖം. ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? ഫ്രൂട്ട്സ് വെച്ചിട്ട് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാ. ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു നേരുള്ള വഴിയെ ചിന്തിക്കരുത്, വളഞ്ഞ വഴിയെ ചിന്തിച്ച് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിരുന്നു. സാധാരണ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ്, സിറം, ഐസ്ക്രീം, അത്രേ ഉള്ളൂ. പിന്നെ അത് കുറച്ച് നട്ട്സ്, പിന്നെ മറ്റേ ബദാം എല്ലാം ചേർക്കുന്നുണ്ട്, പീനട്ട്സ്.
അങ്ങനെയൊക്കെ ഉള്ള കുറച്ചൊക്കെ മിക്സ് കുറച്ച് ക്രിസ്പി ആയിട്ട് ഇരുന്നോട്ടെ, ഒന്ന് കടിച്ചൊക്കെ ഇരുന്നോട്ടെ. അതെല്ലാം കൂടി അങ്ങനെ അരിഞ്ഞൊക്കെ കട്ട് ചെയ്തൊക്കെ ഇടുമ്പോ എല്ലാം കൂടി ഇതിനകത്തൊരു കറക്കൊക്കെ കറക്കില്ല. നമ്മൾ ആരും കറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല. ഓ ചേച്ചി കറക്കൽ നിർത്തിയപ്പോ എറണാകുളത്തല്ലേ വീട്? ഇല്ല, വെറുതെ ചോദിച്ചത്, അറിയാതെ വെറുതെ വന്നു പോയതാ. ശരി എന്നാ പൊക്കോട്ടെ. കത്തി കാണിച്ച് എന്നെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു. താങ്ക് യു. ഇനി നിന്നെ ആരോഗ്യം കേടാവോ എന്നുള്ളതുകൊണ്ട് അടുത്ത ആളുടെ അടുത്തേക്ക് പോകുന്നു. ഹലോ, എന്തായി? ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞ് നല്ല പാകത്തിനാക്കണ്ടല്ലോ. കുറച്ച് കഷ്ടപ്പാടാ. പീൽ ചെയ്യുമ്പോഴത്തേക്കും അധികം അതിന്റെ ഇതകത്തെ ഇതൊന്നും പോവാതെ പീൽ ചെയ്യണം കേട്ടോ. വെറുതെ വേസ്റ്റ് ചെയ്യരുത് ഫ്രൂട്ട്സ് ഒന്നും. കാരണം എന്തോ വേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഫ്രൂട്ട്സ് വേസ്റ്റ് ചെയ്തല്ലേ തൊലിയാണ്. ഓ, ഇത് ഇത്ര കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കാൻ കുറെ പാടുപെട്ടിട്ടുണ്ടാവില്ല. എന്റെ കുരുവൊക്കെ ഇതിനകത്ത് കിടക്കുന്നു. അത് ഞാൻ എടുത്ത് മാറ്റാം. എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ മിക്സഡ് ഫ്രൂട്ട് വിത്ത് ഷേക്ക്. മിക്സഡ് ഫ്രൂട്ട്സ് വിത്ത് ഷേക്ക്. കൊള്ളാം, പേരൊക്കെ കേട്ടിട്ടൊക്കെ നന്നായിട്ട് ഗംഭീരമായിരിക്കണം. എന്ത് വന്നാലും ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ വലിയ റിസ്ക് ഇല്ല, കുഴപ്പമില്ല, അപകടം ഒന്നും സംഭവിക്കാനില്ല ആർക്കും. അപ്പൊ റിസ്ക് ഇല്ലാതെ നല്ലൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റട്ടെ. ഇവിടെ അടുപ്പത്തൊക്കെ കിടന്ന് എന്തൊക്കെയോ തിളയ്ക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയോ തിളച്ചു മറിയുന്നുണ്ട്. എന്താണ് കുട്ടി തിളച്ചു മറിയുന്നത്? ഇത് ഡേറ്റ്സ് പായസമാണ്. ഡേറ്റ്സ് പായസം ഫ്രൂട്ട്സ് വെച്ചുണ്ടാക്കാൻ പറഞ്ഞപ്പോ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ? പിന്നെ ഇത് ഫ്രൂട്ട് ആയതുകൊണ്ടാണല്ലോ പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ആക്കി എടുക്കുന്നത്. അത് പിന്നെ ഡേറ്റ്സ് ഉണ്ടാവും, നട്ട്സ് ഉണ്ടാവും, സൈഡ് ഡിഷ് ആയിട്ട് പഴം ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെറുതായിട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ട്. ഇത് കരുതി കൂട്ടി ഇങ്ങ് പോന്നേക്കുവാണ്. നേരത്തെ അറിഞ്ഞായിരുന്നു ഇവിടെ ഇതാണ് പറയാൻ പോകുന്നത്. അയ്യോ, ഇവരെല്ലാവരും കേട്ടപ്പോൾ ഫ്രൂട്ട്സ് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ജ്യൂസ് ഫ്രൂട്ട് സാലഡൊക്കെ ആലോചിച്ചു. ഇത് വെറൈറ്റി ആയിട്ട് ചീനച്ചട്ടിയൊക്കെ വെച്ച് നന്നായിട്ട് അതിനകത്തിട്ട് നോക്കട്ടെ എവിടെന്നാ ഇത് കണ്ടുപഠിച്ചത്? ഇത്തവണ ഓണത്തിന് ഞാൻ ഡേറ്റ്സ് പായസം ഉണ്ടാക്കി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു ഓക്കെ ഇതുണ്ടാക്കാമെന്ന്. വീട്ടിൽ അങ്ങനെയുള്ള കട്ടൻകൈയൊക്കെ ചെയ്യാറുണ്ട്. വീട്ടുകാർ എങ്ങനെ സഹിക്കണു? അങ്ങനെ പറയല്ലേ, ഞാൻ അത്യാവശ്യമൊക്കെ വീട്ടില് പണിയെടുക്കുന്ന ടൈപ്പാ. അപ്പൊ വലിയ കുഴപ്പമില്ല. ഓക്കെ. ഹലോ, ഇവിടം വരെ എത്തി കാര്യങ്ങൾ. ഇവിടം വരെ എത്തി കാര്യങ്ങൾ. ഓരോ ഫ്രൂട്ട്സ് ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാനാ പറയാൻ? ഞാൻ ഒരു പപ്പായ ഷേക്ക് വിത്ത് ഫ്രൂട്ട് കട്ട്സ് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. പപ്പായ ഷേക്ക് വിത്ത് ഫ്രൂട്ട് കട്ട്സ്. ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സാധനമാണോ എന്ന് എനിക്കിപ്പോ ഒരു സംശയം. എല്ലാവരും പറയുന്ന പേര് വേറെയാ, സ്വന്തമായിട്ട് ഇടുന്ന പേരാണ്. സ്വന്തമായിട്ടൊക്കെ പേരല്ലേ, എവിടെ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇല്ല, ഞാൻ ഓരോരുത്തർ പേര് പറയുന്ന ഇങ്ങനെ കേട്ടു. അപ്പൊ ഞാനായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള പേര്, നമ്മളായിട്ട് എന്തെങ്കിലും ഒരു ഡെഡിക്കേഷൻ വേണമല്ലോ. കാര്യമില്ലല്ലോ. അതെ അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു പേരുണ്ടാവും. എല്ലാവരും ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം കൊണ്ട് ഒരു കോമ്പിനേഷൻ ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കണം. അതെ, പിന്നെ ഫ്രൂട്ട്സ് അതെ ഒരു മേള പോലെ അങ്ങ് ആയിക്കോട്ടെ. അതെ അതെ, ഒരു സദ്യ, ഒരു ഫ്രൂട്ട് സദ്യ. സത്യം നടക്കട്ടെ, നല്ലൊരു വിഭവമായിരിക്കണം ഞങ്ങൾക്ക് തരുന്നത്. താങ്ക് യു സോ മച്ച്. വിളിച്ചു നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ? മൈദപ്പൊടി. എന്ത് പൊടിയത്? കോൺഫ്ലവറും പിന്നെ മൈദയും അതും കൂടി എന്ത് ചെയ്യുന്നു? ഡേറ്റ്സ് ഫ്രൈ ചെയ്യാൻ പോകുന്നു. കൊള്ളാം, വെറൈറ്റി ഐഡിയ. 2 എണ്ണം ഇതിനകത്ത് പുതിയതാ വന്നിരിക്കുന്നത് അല്ലേ? ആരെങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത്? എൻ്റെ പേരമ്മ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ അങ്ങ് ചെയ്തു. അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചെയ്യുന്നതിന് വെറൈറ്റി ആയിട്ട് ചെയ്യാലോ എന്നൊക്കെ കരുതി. അല്ലേ? നടക്കട്ടെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇത് മുക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? ഇത് മുക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? അത് ശരിയാ, അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നമുക്ക് അറിയാം. കഴിക്കണോ അല്ലേ? നോക്കട്ടെ കേട്ടോ, ഞാൻ ഷെഫിനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരുന്നതായിരിക്കും നല്ലത്. ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോവാം. ഉണ്ടാക്കിയത് ഞങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. സ്വന്തമായിട്ട് ടേസ്റ്റ് ചെയ്ത് ആസ്വദിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ ഇപ്പൊ നോക്കിയത്? കള്ളത്തരത്തിൽ ആരും കാണാതെ. ടേസ്റ്റ് നന്നായിട്ടുണ്ടോ? ടേസ്റ്റ് നന്നായിട്ടുണ്ടോ? എവിടെയോ എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവമെങ്കിൽ എന്നോട് ടേസ്റ്റ് ചെയ്യാൻ പറയരുത് കേട്ടോ. എന്താ ഉദ്ദേശം ശരിക്കും പറഞ്ഞ? ഞാൻ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വേറൊരു ടേസ്റ്റ് വരുമെന്ന് വിചാരിച്ചു. നാരങ്ങയും മുളകും ഇഞ്ചി കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി എരിവ് ഇച്ചിരി പുളി, ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവും. അല്ലാണ്ട് വേറൊരു ടേസ്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. വേറെ എന്തെങ്കിലും വെറൈറ്റി ടേസ്റ്റ് വന്ന് കിട്ടിയോ? വേറെ ഏതോ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് വരുന്നത്. വായിക്കൊള്ളാവുന്ന വല്ല ടേസ്റ്റ് ആണോ? അതെനിക്കറിയില്ല. ടേസ്റ്റിന് എന്ത് ടേസ്റ്റാന്ന് എനിക്ക് അറിയുന്നില്ല വ്യക്തമായിട്ട്. പരാജയപ്പെട്ടോ അല്ലെങ്കിൽ വിജയിച്ചോ? ഇല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഞാൻ നിർത്തും. ഇനി ഇതിന്റെ പുറത്ത് ശ്രമിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ശ്രമം നടക്കട്ടെ.
എന്നാൽ ബിസ്ക്കറ്റ്സും കുറച്ച് ഷുഗറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുക. അതിനിടയ്ക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ ഈ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന പിള്ളേരെല്ലാം ഭയങ്കര ടെൻഷനിൽ മിക്സിയുമ്പോൾ കിടന്ന് പണിയുന്നു? അവർക്ക് എനിക്ക് മിക്സി ഉണ്ട്, പക്ഷേ മിക്സിയുടെ ഒന്നും ആവശ്യം വന്നില്ല. വെറുതെ ചെറിയ പിള്ളേർ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും 5 മിനിറ്റ്സിനകം നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ അതാണ് ഈ സീനിയോറിറ്റി എന്ന് പറയുന്നത്. നമ്മള് വഴക്കവും ഒക്കെ വന്ന് അങ്ങോട്ട് എന്തൊക്കെ ചെയ്തിരിക്കുന്നത്, എത്ര അടുക്കളയിൽ. പക്ഷെ അവര് ഭയങ്കര സംഭവമാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞത് സില്ലി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ പിള്ളേർക്ക് പറ്റുന്ന ചെറിയൊരു ഐറ്റം അല്ലെ, കൊച്ചുകുട്ടികൾക്ക് കൊച്ചു ഡിഷ്. പക്ഷെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ആള് കൊച്ചുകുട്ടിയല്ല കേട്ടോ, അദ്ദേഹത്തിന് അറിയാലോ ഇത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന്. എന്നാലും അദ്ദേഹം ഒരു വലിയ കുട്ടിയായതുകൊണ്ട് വലിയ കുട്ടികൾക്കും കൂടി പറ്റണം. അത് മനസ്സ് അങ്ങനത്തെ ആയിരിക്കും. മനസ്സങ്ങനെ നമ്മൾ അങ്ങനെ ആക്കി എടുക്കണം നമുക്ക് രണ്ടുപേർക്കും കൂടി. നമ്മളെ തുടങ്ങാൻ പോകുന്നത് ഹെൽപ്പ് ചെയ്യും ഞാൻ. ഇതിനെനിക്ക് ചെലവ് ചെയ്യണം. ഷെഫിനെ വിളിച്ചാലോ? വിളിച്ചോളൂ, ഉറപ്പായിട്ടും വിളിക്കുമല്ലോ. വിളിച്ചോ, റെഡി ആണല്ലോ? വിളിച്ചോ. അപ്പൊ സർ പ്ലീസ്. ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം, നട്ട്സ്, കുറച്ച് ഇതൊക്കെ ഉണ്ട്, പീനട്ട്സ്. ടേസ്റ്റ് ചെയ്യാലോ അല്ലേ? ഐസ്ക്രീം കുറച്ച് മെൽറ്റായി, കുറച്ച് ടൈം നല്ലതാണ്. അപ്പം പക്ഷെ ഇത്ര സിമ്പിൾ ആക്കാൻ കാരണം എന്താണ്? കുട്ടികൾക്കല്ലേ, ശരിക്കും പറയാം ഇത് കുട്ടികൾക്കല്ലേ. അപ്പോൾ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടിയിട്ട് അവരുടെ ഹെൽത്തിന് ഗുണം ചെയ്യുന്ന മാത്രം മതി. നമ്മൾ ആർട്ടിഫിഷ്യൽ ഒന്നും ചേർക്കില്ല. പക്ഷെ കുറച്ചും കൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അല്ല, ഞാൻ വളഞ്ഞ വഴിയൊന്നും ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞ ഉപദേശം സ്വീകരിച്ചില്ല. ഇല്ല, അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിലും അങ്ങനെയാ, വീട്ടിലും അങ്ങനെയാ. ആരുടെ ഉപദേശം ഒന്നും സ്വീകരിക്കത്തില്ല, സ്വന്തം ഇഷ്ടത്തിന് എല്ലാം ചെയ്യത്തുള്ളൂ. എല്ലാം നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഒരാളാണ് വീട്ടില്. അപ്പൊ എന്തായാലും നന്നായിരുന്നു. നല്ല ഫ്രൂട്ട് സാലഡും ഐസ്ക്രീമും. അപ്പൊ നമ്മൾ അടുത്തൊരാളും കൂടി അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം അല്ലേ? പേടിത്തൊണ്ടിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അവിടെ പച്ചമുളകൊക്കെ ഉണ്ട്, സൂക്ഷിക്കുക വേണം. പച്ചമുളകൊക്കെ എടുത്താണല്ലോ എല്ലാവരെയും പേടിപ്പിച്ചോണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഓഹോ, ഇതിനകത്തുള്ളേക്കാൾ കൂടുതൽ സാധനം പുറത്താണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഉണ്ടാവൂല, അപ്പൊ പുറത്തെങ്കിലും സ്വന്തം തല പോലെ തന്നെ, പ്രത്യേകിച്ച് ഉള്ളിലൊന്നുമില്ല, പുറത്തേ കാണാനുള്ളൂ. ഔട്ട് ഓഫ് ബോക്സ് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ബോക്സിന് വെളിയിൽ അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്. അതെ അതെ. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഷെഫ്. ഇതെന്താണ് സംഭവം? ഇല്ല, നാരങ്ങയും ചെറുനാരങ്ങയും ഉപ്പ്, പഞ്ചസാര, ഇഞ്ചിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് സ്പൈസി ലെമൺ ജ്യൂസ്. പുതിയ പേര് കിട്ടി. അതെ, ഇതിന് പേരില്ലാതെ കഷ്ടപ്പെടുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഷെഫ് ഒരു പേര് പറഞ്ഞു കൊടുത്തത്. ഇത് കുട്ടികൾക്കുള്ളതാണോ? അങ്ങനെയൊന്നുമില്ല, ആർക്കും കഴിക്കാം, ഏത് പ്രായത്തിലും കഴിക്കാം. ഏത് പ്രായത്തിൽ കഴിച്ചെന്ന് വെച്ചാൽ ഇത് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ഈ പ്രായത്തിൽ കഴിച്ചിട്ട് എന്ത് തോന്നുന്നു? കുഴപ്പമില്ല. പക്ഷെ ഇത്രയും ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിട്ട് ആ നാരങ്ങ മാത്രം ഉപയോഗിച്ചതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ആർക്ക് ഇത് വേണം ഇങ്ങനെ എടുത്ത് കഴിക്കാം, ഒക്കെ കഴിക്കാം. പക്ഷെ ഇത് അങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കട്ട് ചെയ്തു. ഈ തൊപ്പിയല്ല ശരിക്കും വെച്ച് തരണം അല്ലേ? 2 നിലയുള്ള തൊപ്പി വെച്ച് തരണം. ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് പച്ചക്ക് കടിച്ച് കഴിക്കാം, നാരങ്ങ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇത് പിടിച്ച് ഇതിപ്പോ കയ്യിൽ തരാനുള്ളത് കേട്ടോ. ഭയങ്കര സിമ്പിളായി പോകുന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആണെങ്കിലും വെറും നാരങ്ങ ജ്യൂസ് അല്ല ചെയ്തത്. കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളക് കിട്ടി അങ്ങനെ ഒന്ന് കുറച്ച് ഡിഫറെന്റ് ആക്കി. ഷെഫിന്റെ കണ്ണിൽ പൊടി ഇട്ടു എന്ന് പറയാം അല്ലേ? ഞാൻ ഉയരം വെച്ച് പോകുന്നോട്. അപ്പൊ എന്താണെങ്കിലും നന്നായിട്ടുണ്ട്. ഡിംപിൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് അടുപ്പത്ത് വെച്ചൊക്കെ ചീനച്ചട്ടിയിലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഡേറ്റ്സ് പായസം വിത്ത് ബനാന. ബനാന ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം. വേറെ ഫ്രൂട്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം. ഡേറ്റ്സും ബദാം, റൈസൻസ്. ഈ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ തന്നെ കഴിക്കാം. അതെ, അത് അങ്ങനെ കഴിക്കാം, റോ ആയിട്ട് കഴിക്കാണ് നല്ലത്. അതെ അതെ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണല്ലോ, ഫ്രൂട്ട്സ് ആണല്ലോ. അതെ. ടേസ്റ്റിയാണ്, വളരെ റിച്ച് ആണെന്ന് തോന്നുന്നു അല്ലേ? ഒത്തിരി ഗീയം. അതെ. എന്ത്
നോർമൽ മിൽക്ക് ഇട്ടാണോ ചെയ്തത്? മിൽക്കും ഉണ്ട്, മിൽക്ക് മെയ്ഡ് കുറച്ച് ഹെവി ആയി പോയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കുട്ടികൾക്കായതുകൊണ്ട് കുഴപ്പമില്ല. അതെ, കുട്ടികൾക്കായതുകൊണ്ട് ഇച്ചിരി മത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഇച്ചിരി ഷുഗർ ഒക്കെ ഉള്ളവർ മാത്രം ഇച്ചിരി ശ്രദ്ധിച്ചാൽ മതി, കെയർഫുൾ ആയാൽ മതി. ഒരു സ്പൂണൊക്കെ വല്ലതും കഴിച്ചിട്ട് കൊതി തീർത്തിരിക്കുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഇത് മുഴുവൻ കഴിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പൊ ഇതാണ് ശരിക്കും ഡിംപിളിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ? അതെ അതെ. അപ്പൊ ഇതിൽ ഞാനും കഴിച്ചു തുടങ്ങാം. ഇനി ആരോഗ്യവതിയായിട്ടിരിക്കട്ടെ. 2 ദിവസം ഇത് മൊത്തം കഴിക്കണം ഞാൻ പറയും. പ്ലീസ്, കുറച്ചും കൂടി ആരോഗ്യം വേണം. പിന്നെ കഴിക്കാം. 6 പാക്ക് മാത്രം വെച്ചോണ്ട് നടന്നാൽ പോരാ. പേരിട്ടു ഇതിന്. ഞാൻ ആക്ച്വലി ജ്യൂസാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്, ഷേക്കാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പം ഇതൊരു സ്മൂതി പോലെ ലിക്വിഡ് ആക്കിയില്ല. ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു സ്മൂതി ആക്കാൻ തോന്നി. സ്മൂതി. അപ്പം ഞാൻ പപ്പായയും അതുപോലെ തന്നെ വാട്ടർമെലൻ്റെ ഒരു 1/2 to 1/2 പോർഷൻ വെച്ചിട്ട് ഒരു സ്മൂതി പോലെ വിത്ത് ഫ്രൂട്ട് കട്ട്സ്. ബ്ലെൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് പീസസ് ആയിട്ട് കട്ട്സ് ആക്കിയിട്ടു. പിന്നെ കുറച്ച് ഐസ്ക്രീം ടോപ്പിംഗ്. ഭയങ്കര വെറൈറ്റി ആണ്. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സപ്പറി അവിടെ എത്തിയുണ്ട്. കുറച്ച് തിരക്കായിരുന്നു. ഭയങ്കര ബിസി ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. കുറച്ച് ബിസി ആയിരുന്നു. ഇവിടെ വെറൈറ്റിയുടെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വന്നോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് നന്നായിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. ഇതിന് എന്ത് പേരിടുന്നത്, എങ്ങനെ ഞാൻ ഉണ്ടാക്കി, എനിക്ക് പോലും അറിയില്ല. സീരിയസ്ലി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു എന്ത് വെച്ചൊരു എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ഇന്നോവേറ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പം എല്ലാം ഇരിപ്പുണ്ട്, എല്ലാവരും ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ നോക്കിയാൽ പപ്പായ വാട്ടർമെലൺ രണ്ടും എവിടെയും അധികം കാണാത്തൊരു റെയർ കോമ്പിനേഷനാണ്. പക്ഷേ രണ്ടും കൂടെ അങ്ങ് ഇട്ടൊക്കെ അടിക്കാന്ന് വിചാരിച്ചപ്പോൾ ഒരു സ്മൂത്തി ലെവലായിട്ട് കിട്ടി. അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് ആ ഫ്രൂട്ട്സ് മിൽക്ക് മെയ്ഡിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇട്ടത്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഐസ്ക്രീം. പീസ് വരുമ്പോൾ കഴിക്കാൻ പറ്റും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഹലോ, ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ അല്ലേ? എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. അതൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാൽ നന്നായിരിക്കും. വാട്ടർമെലൺ ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട്. അതെ, നന്നായിട്ടുണ്ട്. എന്താ ഉദ്ദേശം? മിക്സഡ് ഫ്രൂട്ട് വിത്ത് ഷേക്ക് ആണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. ഇത് തണുത്ത പാലിൻ്റെ അകത്ത് ഞാൻ പഞ്ചസാര, വാട്ടർമെലൺ കൊണ്ടുവച്ചിട്ടുണ്ട്, കുറച്ച് ഡേറ്റ്സ്, കാഷ്നട്ട്, പഴം, ഇതും കൂടി മിക്സ് ചെയ്തു. അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ആപ്പിൾ, ഡേറ്റ്സ്, വാട്ടർമെലൺ ഇത് ചെറുതായിട്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വളരെ പറച്ചിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലുണ്ട്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അത് ആ സന്തോഷം കാണാനുണ്ട്. ഡേറ്റ്സും നട്ട്സൊക്കെ കയറിയിട്ട് വളരെ യമ്മി. താങ്ക് യു. എന്താ പറയുക, വളരെ കളർഫുൾ ആണല്ലോ. വളരെ കളർഫുൾ ആണ്. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് പേരിട്ടത്? ലെയേർഡ് ഫ്രൂട്ട്സ് നട്ട്സ് ഷേക്ക് വിത്ത് ഐസ്ക്രീം. ഇത് ഈ ഗ്ലാസിനേക്കാളും നീളമുണ്ട്. പേര് പറഞ്ഞു വരുമ്പോൾ ക്ഷീണിച്ചു പോകും. കാരണം നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് ഇത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. അതാണ് ഓർഡർ എഴുതി എടുക്കുന്ന ചെല്ലുമ്പോൾ എല്ലാം മിക്സ്ഡ് ആയിരിക്കും. ഇത് ഓരോന്നിന്റെയും ടേസ്റ്റ് അറിഞ്ഞ് വരും. മേലെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ താഴെ ഷേക്ക്, പിന്നെ ഓരോ ഫ്രൂട്ട്സ്, ഇടയിൽ ഒരു ബിസ്ക്കറ്റ്, അങ്ങനെ ലെയർ ആയിട്ട് പോകും. ടേസ്റ്റ് നമുക്ക് അങ്ങനെ മേലെ അറിഞ്ഞറിഞ്ഞു. അല്ല, ആദ്യം ഒരു ടേസ്റ്റ്, രണ്ടാമത് വേറെ ടേസ്റ്റ്, പിന്നെ മൂന്നാമത് വേറെ ടേസ്റ്റ്. എല്ലാ ടേസ്റ്റും കൂടി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇടുക, സ്പൂൺ ഇട്ട് ഒരു ഇളക്കളക്കുക, അങ്ങനെ കഴിക്കുക. അതാണ് സിംഗിൾ ഷേക്ക്. ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് എല്ലാ ടേസ്റ്റും കിട്ടില്ല, മുഴുവൻ കഴിക്കണം. അതാണ് അറിയണം കഷ്ടപ്പാടിന്റെ കാശിന്റെ വില അറിയണം. തീർച്ചയായിട്ടും. വെരി ഇൻട്രസ്റ്റിംഗ്. ഓ, താങ്ക് യു. ക്രിയേറ്റീവ് ആണ്. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യാം. എന്താണ് സംഭവം ഇത്?
ഫ്രൂട്ട് കോക്ടെയിൽ പോലെ ലെയർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഐസ്ക്രീം മെൽറ്റ് ആവുന്നതുകൊണ്ട് വിപ്പ് ക്രീം പോലത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ലെയർ തന്നെ മിക്സ്ഡ് അപ്പ് ആയിരുന്നു മാത്രം. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ എന്ത് വന്നാലും നമ്മൾ ഉദ്ദേശം ഉണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ആണ്, പക്ഷെ അതിന്റെ ഷേപ്പ് ഇച്ചിരി മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഐസ്ക്രീം മെൽറ്റ് ആയി പോയി നമ്മുടെ കുഴപ്പമല്ലോ. പക്ഷേ എന്തൊക്കെയാണ് ലേയേഴ്സ് ആയിട്ട് യൂസ് ചെയ്തത്? ഒന്ന് ബിസ്ക്കറ്റ്, ഷുഗറും കണ്ടൻസ് മിൽക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്തതുണ്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്, ഒരു ക്രഞ്ചി ഷുഗറും മിൽക്കും കൂടി മിക്സ് ചെയ്തു. കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്തു. പിന്നെ ഐസ്ക്രീമും ആപ്പിളും കുറച്ച് പഴവും കൂടെ മിക്സ് ചെയ്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും കൂടെ ഇട്ടിട്ട് ഒരു സ്മൂത്തി പോലെ, ഒരു ക്രീം പോലെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതാണ് ഐസ്ക്രീം കുറച്ച് മെൽട്ടായപ്പോൾ അങ്ങനെ പോയത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് അതിൻ്റെ ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്കിൻ്റെ മിക്സും കുറച്ച് സ്ട്രോബെറീസ്. പക്ഷെ എൻ്റെ ഒരു സജഷൻ, ആ ബിസ്ക്കറ്റ് എനിക്ക് കുറച്ച് കൂടുതൽ പൊടിയായി പോയി. ഒരു കടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ അതർവൈസ് നല്ല ഐഡിയ, നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു ഷെഫ്. എനിക്ക് എല്ലാ ലെയറും കിട്ടി, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. താങ്ക് യു. ബിസ്ക്കറ്റും നന്നായിട്ടുണ്ട്. അത് ശരിക്കും ലെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ അങ്ങോട്ട് കുത്തി പറിച്ച് അങ്ങോട്ട് എടുത്തു ശരിക്കും പറഞ്ഞാൽ. അപ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടിയത്. ഐസ്ക്രീം മെൽറ്റ് ആയില്ലായിരുന്നെങ്കിൽ ശരിക്കും ലെയർ ലെയർ ആയിട്ട് ക്രീം മുകളിലിരുന്നെങ്കിൽ. പക്ഷെ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ഡിഷാണ്. ഡേറ്റ്സ് ഫ്രൈ മിക്സഡ് ഫ്രൂട്ട്സ് ഷേക്ക്. 2 ഐറ്റം ഉണ്ടാക്കിയോ? ഈ കുട്ടിക്ക് ഇത്ര കഴിവുണ്ടോ? 2 ഐറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കത് നോക്കിയാലോ? അതെന്താണ്? ഇതാണ് ഡേറ്റ്സ് ഫ്രൈ. ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തത്? ഇത് കോൺഫ്ലവറും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കി നമ്മൾ ഫ്രൈ ചെയ്തു. അതിന്റെ അകത്ത് കാഷ്യൂനട്ട് വെച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിപരമായിരുന്നു അത്. നല്ല ചൂടുണ്ട്. ഒരു കാര്യം പറയാനുള്ളതെല്ലാം കോട്ടിങ് കുറച്ചും കൂടി ആവായിരുന്നു. അത് ശരിക്കും കട്ടി പിടിച്ചിട്ടില്ല. അതർവൈസ് നല്ലതാണ്, നല്ല ക്രിസ്പിയാണ്. വെറൈറ്റി ആണ് അല്ലേ? മിക്സ് ഫ്രൂട്ട്സ് ആണോ? ഡേറ്റ്സും ഉണ്ട്, ആപ്പിൾ ഉണ്ട്. നന്നായിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നല്ലൊരു എന്താ പറയുന്നത് കോമ്പിനേഷൻ ആവും. കുറച്ച് ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ളത്, സ്മൂത്ത് ആയിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. അപ്പൊ വിജയിച്ചു അല്ലേ? മിടുമിടുക്കി എന്ന് പറയൂ ഇതിന്. 2 ഐറ്റം ഉണ്ടാക്കിയില്ലേ ഇല്ലേ? ക്രിയേറ്റീവായിട്ട് എന്താ പറയുക തിങ്ക് ചെയ്തു. ശരിക്കും ഇന്ന് ഇവർക്ക് കൊടുത്തൊരു ടാസ്ക് ഫ്രൂട്ട്സ് വെച്ചുള്ളൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇത് വാസ് സോ സിമ്പിൾ എന്ന് പറയാം. വളരെ സ്വീറ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്തു. ഇത്ര വെറൈറ്റി ആയിട്ടൊക്കെ നമ്മുടെ പെൺകുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ? അല്ലേ? അവർ ലുക്ക് കണ്ടപ്പോഴത്തേക്കും അവർ വല്ല ഫ്രൂട്ട് സാലഡ് സാധാരണ രീതിയിൽ ചിന്തിക്കുന്നു വിചാരിച്ചു. സാർ പറഞ്ഞത് തന്നെ അവർ ഉൾക്കൊണ്ട് കറക്റ്റ് അത് ചെയ്തു എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ കുറച്ച് മാറ്റി പലരും ചിന്തിച്ച് നോർമലായിട്ട് മിക്സ് ചെയ്യുന്നതിന് ഓരോ ലെയർ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തും. പിന്നെ പലരും ആ ഡേറ്റ് പായസം ഇതൊന്നും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഫ്രൂട്ട്സ് എല്ലാവരും ആലോചിക്കും ഫ്രൂട്ട്സ് വെച്ച് എന്തെങ്കിലും ചെയ്യാതെ ഡിഫറെന്റ് ആയിട്ട് ചെയ്തു. അതെ, എല്ലാത്തിലും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ലെ? ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലതുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ പെൺകുട്ടികൾ, ചുണക്കുട്ടികൾ കൈകാര്യം ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിഭവങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. നിത പ്രോമി തന്റെ മകൻ റിച്ചാർഡിനെ പ്രോഗ്രാമിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തരാലോ, പക്ഷെ അനങ്ങാണ്ടിരിക്കണം, എന്നാലേ ഈ തരുള്ളൂ. ഇപ്പൊ നോക്കിയേ, ഈ കണ്ണാടിയിൽ നോക്കിയേ, ഹെയർ സ്റ്റൈൽ നല്ല ഭംഗി. നിത പ്രോമിയുടെ വക മേക്കപ്പ് കഴിഞ്ഞപ്പോഴേക്കും അഭിനന്ദ് നല്ല സുന്ദര കുട്ടപ്പനായി. എല്ലാവരും റെഡിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് കുട്ടിക്കലവറയുടെ പാചകപ്പുരയിലേക്ക് കടക്കാം. Dive into frozen waves where the past comes back to life.
I fear for the selfish pain. It was worth it every time. Hold still right before we crash, 'cause we both know how this ends. A clock ticks till it breaks your glass, and I drown in you again. 'Cause you are the piece of me I wish I didn't need. Chasing relentlessly, still fight, and I don't know why. If our love is tragedy, why are you my remedy? If our love insanity, why are you my clarity? If our love is tragedy, why are you my remedy? If our love insanity, why are you my clarity? അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഫ്രൂട്ട് ചാറ്റാണ്. അപ്പോൾ ഇവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ആപ്പിൾ വേണം, പൈനാപ്പിൾ വേണം, വാട്ടർമെലൺ വേണം, പപ്പായ വേണം, ഗ്രേപ്സ് വേണം, ചാറ്റ് മസാല വേണം, ബ്ലാക്ക് സോൾട്ട് വേണം, പിന്നെ സോൾട്ട് വേണം. അപ്പോൾ ഞങ്ങളിത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ഞങ്ങൾക്കിത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്ന ആഗ്രഹമുണ്ട്. ഫ്രൂട്ട് ചാറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വാട്ടർമെലൺ കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. അതിന് വാട്ടർമെലൺ വേണം, ഇത് വേണം, ഇത് വേണം, അതിന് ഒത്തിരി സാധനങ്ങൾ വേണം. അത് ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒത്തിരി ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും, ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കാം. കത്തി തിരിച്ചു പിടിക്കുക. ഇങ്ങനെയല്ലേ? ഇത് കൂടെ മുറിക്കുക. ഒരു മിനിറ്റ്, ഇത് കൂടെ മുറിക്കുക. ഇതാനന്ദ എനിക്ക് മാത്രം ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ നിന്നില്ല. അത്ര വേണ്ട. ഇടക്കിടക്കിനെ ഓരോ പീസ് തിന്നുന്നുണ്ട്. ചോര. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത ഒരു സ്ഥലത്ത് അതിങ്ങനെ പല രണ്ടും ഉണ്ടാവും, ഒരു റൗണ്ടിൽ ഫുള്ളും. അല്ലെങ്കിൽ ആപ്പിൾ മാറ്റി പൈനാപ്പിൾ ആക്കാം. പൈനാപ്പിൾ കുറേ ഉണ്ടല്ലോ. അല്ല, നമുക്കൊരു കാര്യം കളർഫുൾ നമുക്ക് നോക്കാം. അങ്ങനെ എന്നിട്ട് വേണമെങ്കിൽ നോക്കിയൊക്കെ സമയം കളയരുത്. അത് ഞാൻ വേഗം ചെയ്യാം. ഇതാ വലുതായ അത് വേണ്ട. മനസ്സിലായി? പ്ലാൻ ഉണ്ട്. കട്ടിയില്ല. ഒരു മിനിറ്റ് ഇതിപ്പോ ഈ കളറ്. എന്നിട്ട് അടുത്ത ആപ്പിൾ മറിച്ചിടണം. അയ്യോ, നീ എന്താ ചെയ്യേണ്ടത്? ഞാൻ മറന്നുപോയി. തെറ്റിപ്പോയി. സാൾട്ടൊന്നും ഇട്ടിട്ടില്ല. എന്ത് കാണിക്കണേ? അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ അതൊക്കെ ഇടുന്നത്.
വേണ്ടായിരുന്ന ദിവസമായോടെ തന്നെ ഓരോ പീസ് വന്നു. അത് ഞാൻ മുറിച്ചോളാം താ. ശരി 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 പറയാൻ മാത്രമല്ല ഒരു 5 പ്രാവശ്യം ധൃതി പിടിക്കല്ലേ, എൻ്റെ കോൺസെൻട്രേഷൻ പോകും. കോൺസെൻട്രേഷനാണ് ഒരാള്. എനിക്ക് പിന്നെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. ശരി സമ്മതിച്ചേ ദൈവമേ. ആദ്യം എനിക്ക് ഒരിത്തിരി ചെയ്യണ്ട, ഇപ്പുറത്തെ വർഷം ഞാൻ ചെയ്യും. ശരി ശ്രദ്ധിച്ച് ബി കെയർഫുൾ. ചാട്ട് മസാല ഞാൻ ഇട്ടു. ഇനി ഉപ്പിടാണ്, ഇനി ഉപ്പിടാണ്, ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് സോഡ ഇടാണ്. ഇനി എന്താ ചെയ്തു, എനിക്ക് ചെയ്യാൻ വയ്യ. ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണദേവ് അങ്ങ് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇടാനുള്ളത് സാൾട്ടും പിന്നെ കുറച്ച് ബ്ലാക്ക് സോൾട്ടും പിന്നെ ചാട്ട് മസാല മാത്രമുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിട്ടായിരിക്കും നമ്മുടെ കഴിയാൻ പോകുന്നത്. ഈ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബ്ലാക്ക് സോൾട്ട്, ചാട്ട് മസാല, ഉപ്പ് ഇതൊക്കെ ഇട്ട് ഈ ഇളക്കി ഇത് പിന്നെ ഒരു നല്ല ഉഗ്രനൊരു ഫ്രൂട്ട് ചാട്ട് റെഡി. നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമ്പോഴേ ഇങ്ങനെ ഒന്നും അയക്കാകാതിരിക്കാതെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുത്ത് അമ്മമാരുള്ളിൽ പോകുമ്പോൾ എടുത്ത് തിന്നാം. അതുമല്ല ഇപ്പം ചാട്ട് മസാലയൊക്കെ ഇടുന്നുണ്ടേ നല്ലൊരു വേറെ രീതിയിലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങളെല്ലാവരും സ്കൂളിൽ വിട്ട് വരുമ്പോൾ നിങ്ങളുടെ അമ്മമാർക്ക് പറഞ്ഞാൽ മതി ഇങ്ങനൊരു ഡിഷ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചെന്ന്. ഞങ്ങൾ ഉണ്ടാക്കി ഫ്രൂട്ട് ചാട്ട്. പിന്നെ അതിൻ്റെ അകത്ത് സാൾട്ട് വേണം, പിന്നെ ബ്ലാക്ക് സാൾട്ടും പിന്നെ എൻ്റെ പേര് എന്തായിരുന്നു പെപ്പർ. എല്ലാ ഫ്രൂട്ട്സ് എടുത്ത് ഞങ്ങൾ സാൾട്ടും പിന്നെ ചാട്ട് മസാല എല്ലാം എടുത്ത് മിക്സ് ചെയ്യണം. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. ഇന്നത്തെ കുട്ടിപ്പാചകത്തിലെ വിജയി ജിയോയും അരുന്ധതിയുമാണ്. ഞാൻ പറയുമ്പോ ചെണ്ടമൃതങ്ങം മേലേക്കാവിൽ പൂരക്കാവടി